പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, +2 അക്കൗണ്ടൻസിയുടെ മൂന്നാമത്തെ ചാപ്റ്ററായ അഡ്മിഷൻ ഓഫ് എ പാർട്ണർ എന്ന ചാപ്റ്ററിലെ കാൽക്കുലേഷൻ ഓഫ് ന്യൂ റേഷ്യോ ആൻഡ് സാക്രിഫൈസിങ് റേഷ്യോ, ഇതിൽ ഒരു കേസാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഈ ക്ലാസ്സിൽ ബാക്കിയുള്ള ഏതാനും കേസസ് ഡിസ്കസ് ചെയ്യുന്നു. ഈ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. Calculation of new ratio and sacrificing ratio. Case number 2. രണ്ടാമത്തെ കേസാണ്. When a new partner acquires his share from the old partners equally. അതായത് തുല്യമായിട്ടാണ് പുതിയ പാർട്ണർ ഓൾഡ് പാർട്ണേഴ്സിൽ നിന്ന് അവരുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് കരസ്ഥമാക്കുന്നതെങ്കിൽ, അതായത് പുതിയ പാർട്ണർ കൊടുക്കുന്ന ഷെയർ ഓഫ് പ്രോഫിറ്റിൻ്റെ പകുതി വീതം ഓൾഡ് പാർട്ണേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നർത്ഥം. ഒരു ക്വസ്റ്റ്യനിലേക്ക്. Example 2. Arun and Rashid are partners sharing profits and losses in the ratio 5:3. Tino is admitted in the firm with fifth share. Fifth share എന്ന് പറഞ്ഞാൽ 1/5 എന്നാണ് അർത്ഥം. In the profits which he acquired equally from both. Calculate the new profit sharing ratio and sacrificing ratio. അരുണും റാഷിദും പാർട്ട്നേഴ്സാണ്. അവരുടെ നിലവിലെ റേഷ്യോ 5:3 ആണ്. ടിനോയെ പുതിയ പാർട്ണർ അഡ്മിറ്റ് ചെയ്യുന്നു. ഫിഫ്ത്ത് ഷെയറിനാണ് അഡ്മിറ്റ് ചെയ്യുന്നത്. ഫിഫ്ത്ത് ഷെയർ എന്ന് പറഞ്ഞാൽ 1/5 ആണ്. ഈ 1/5 അരുണും റാഷിദും നൽകിയിരിക്കുന്നത് ഈക്വൽ ആയിട്ടാണ്. അപ്പോൾ 1/5ൻ്റെ പകുതി അരുണിൽ നിന്ന് കിട്ടിയെന്നർത്ഥം, ബാക്കി പകുതി റാഷിദിൽ നിന്ന് കിട്ടിയെന്നർത്ഥം. ഇൻ ദിസ് കേസ് ദ ന്യൂ പാർട്ണർ ടിനോ ഗെറ്റ്സ് 1/5 ഷെയർ ഇൻ പ്രോഫിറ്റ്സ്, 1/5 ഷെയർ ഇൻ പ്രോഫിറ്റ്സ്. ഹി അക്വയർഡ് ദിസ് ഷെയർ ഫ്രം ഓൾഡ് പാർട്ണേഴ്സ് ഈക്വലി. അപ്പോൾ 1/5 ഷെയർ ടിനോ എന്ന പുതിയ പാർട്ണർക്ക് ലഭിച്ചിരിക്കുന്നത് തുല്യമായിട്ടാണ്, ഓൾഡ് പാർട്ണേഴ്സിൽ നിന്ന് തുല്യമായിട്ടാണ്. ഹെൻ സാക്രിഫൈസ് ഓഫ് ഓൾഡ് പാർട്ണേഴ്സ് ആർ ഈക്വൽ. അതുകൊണ്ട് തന്നെ ഓൾഡ് പാർട്ണേഴ്സിൻ്റെ സാക്രിഫൈസ് എന്ന് പറയുന്നത് തുല്യമാണ്. ദാറ്റ് ഈസ് 1/10 ഫ്രം അരുൺ ആൻഡ് 1/10 ഫ്രം റാഷിദ്. ഈ 1/10 എന്ന് പറയുന്നത് എവിടെ നിന്ന് ലഭിച്ചു? 1/5 ആണ് പുതിയ പാർട്ണർക്ക് കൊടുത്തിരിക്കുന്ന പ്രോഫിറ്റിൻ്റെ ഷെയർ. അതിൻ്റെ പകുതിയാണ്. അതിനെ രണ്ട് തുല്യ ഭാഗമാക്കുമ്പോൾ 1/5 എന്ന ഫ്രാക്ഷൻ്റെ പകുതിയാണ് 1/10 എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് വരുന്നതെന്നൊക്കെ നോക്കാം. ന്യൂ പാർട്ണർ ടിനോസ് ഷെയർ ഓഫ് പ്രോഫിറ്റ് 1/5. സാക്രിഫൈസ് ഓഫ് ഓൾഡ് പാർട്ണേഴ്സ് ആർ ഈക്വൽ. ഹാഫ് ഓഫ് ടിനോസ് ഷെയർ ഗിവൺ ബൈ അരുൺ ആൻഡ് അതർ ഹാഫ് ഗിവൺ ബൈ റാഷിദ്. ദാറ്റ് ഈസ് അരുൺ ആൻഡ് റാഷിദ് സാക്രിഫൈസ് ഈസ് ഈക്വൽ ടു 1/5. ഇതാണ് പുതിയ പാർട്ണറുടെ ഷെയർ എന്ന് പറയുന്നത്. ഡിവൈഡഡ് ബൈ 2. 1/5നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1/5 ഡിവൈഡഡ് ബൈ 2 എന്ന പൂർണ്ണസംഖ്യ കൊണ്ട്, 2 എന്ന പൂർണ്ണസംഖ്യ കൊണ്ട് ഒരു ഫ്രാക്ഷനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ആ 2ൻ്റെ വ്യുൽക്രമം, അതായത് റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 2/1 ആണ് ഒരു പൂർണ്ണസംഖ്യയുടെ ഭിന്നരൂപമെങ്കിൽ അതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/5 ഇൻറ്റു 2/1 എന്ന 2 എന്ന പൂർണ്ണസംഖ്യയുടെ റെസിപ്രോക്കൽ 1/2 ആണ്. അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് 1 × 1 ഡിവൈഡ് ബൈ 5 × 2 എന്ന് ലഭിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/10 എന്നാണ് ലഭിക്കുക. 1/5ൻ്റെ പകുതി 1/10 ആണ്. 1/4ൻ്റെ പകുതി 1/8 ആണ്. 1/3ൻ്റെ പകുതി 1/6 ആണ്. 1/6ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 1/12 ആണ് എന്നർത്ഥം. ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാകും. ഒന്ന് പ്രാക്ടീസ് ചെയ്യുക ഈ രൂപത്തിൽ. ഓക്കെ. അപ്പോൾ 1/10 ഈച്ച് ഫ്രം ബോത്ത് ഓൾഡ് പാർട്ണേഴ്സ്, അതാണ് അവരുടെ സാക്രിഫൈസ്. അപ്പോൾ സാക്രിഫൈസിങ് റേഷ്യോ 1/10 ഈസ് ടു 1/10 എന്ന് ലഭിക്കുമ്പോൾ ഈക്വൽ എന്ന് ലഭിക്കുന്നു എന്നർത്ഥം. ഓൾഡ് റേഷ്യോ 5:3. ദാറ്റ് ഈസ് ഈക്വൽ ടു 5/8 ഈസ് ടു 3/8. 5:3 എന്ന് ഫ്രാക്ഷൻ രൂപത്തിൽ എഴുതുമ്പോൾ 5/8ഉം 3/8ഉമാണ് ലഭിക്കുക. ഓൾഡ് പാർട്ണേഴ്സ് സാക്രിഫൈസ് 1/10 ഈച്ച് ഫോർ ബോത്ത് ഓൾഡ് പാർട്ണേഴ്സ്. ഓരോ ഓൾഡ് പാർട്ണേഴ്സിൻ്റെ സാക്രിഫൈസ് എന്ന് പറയുന്നത് 1/10 ആണെന്ന് തൊട്ട് മുമ്പ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി ന്യൂ റേഷ്യോ കാൽക്കുലേഷൻ. ന്യൂ റേഷ്യോ ഈസ് ഈക്വൽ ടു ഓൾഡ് റേഷ്യോ മൈനസ് സാക്രിഫൈസ്. ഓരോരുത്തരുടെയും കാൽക്കുലേഷൻ നടത്താം. അരുൺസ് ന്യൂ ഷെയർ ഈസ് ഈക്വൽ ടു അരുണിൻ്റെ ഓൾഡ് ഷെയർ 5/8 മൈനസ് അരുണിൻ്റെ സാക്രിഫൈസ് 1/10. അത് കുറയ്ക്കുമ്പോൾ ഇവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 5 × 10 മൈനസ് 8 × 1 ഹോൾ ഡിവൈഡഡ് ബൈ 8 × 10. ദാറ്റ് ഈസ് ഈക്വൽ ടു 50 മൈനസ് 8/80. ദാറ്റ് ഈസ് ഈക്വൽ ടു 42/80 എന്ന് ലഭിക്കും. അതിനെ റെഡ്യൂസ് ചെയ്യുമ്പോൾ 21/40. ഇതാണ് അരുണിൻ്റെ പുതിയ ഷെയർ. അതുപോലെ റാഷിദിൻ്റെ ന്യൂ ഷെയർ ഇതുപോലെ തന്നെ. റാഷിദിൻ്റെ ഓൾഡ് ഷെയർ 3/8 മൈനസ് സാക്രിഫൈസ് 1/10. ദാറ്റ് ഈസ് ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ 3 × 10 minus 8 × 1 whole divided by 8 × 10.
that is equal to 30 minus 8 divided by 80, that is equal to 22 by 80. അതിനെ റെഡ്യൂസ് ചെയ്യുമ്പോൾ 11 by 40 എന്ന് ലഭിക്കുന്നു. അത് റാഷിദിൻ്റെ പുതിയ ഷെയർ. ഇനി ടിനോയുടെ ന്യൂ ഷെയർ എന്ന് പറയുന്നത് 1/5 ആണ്. ഇവിടെ രണ്ട് ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെയും പുതിയ റേഷ്യോ ലഭിച്ചിരിക്കുന്നത് 40യിലാണ്. അതായത് 21/40യും 11/40യുമാണ്. അപ്പോൾ ഈ 5നെയും 40യിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഈക്വൽ ഡിനോമിനേഷനിലാക്കണം. അപ്പോൾ നമുക്ക് ലഭിക്കുക 5നെ 40 ആക്കാൻ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ 1നെയും 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടിയിരിക്കുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 8/40 എന്ന് ലഭിക്കുന്നു. 5 × 8 ആണ് 40. അതുകൊണ്ട് 8/40 ആണ് ടിനോയുടെ പുതിയ ഷെയർ. ഓൾഡ് റേഷ്യോ ഓഫ് അരുൺ ആൻഡ് റാഷിദ് 5:3. സാക്രിഫൈസിംഗ് റേഷ്യോ അരുൺ ആൻഡ് റാഷിദ് 1/10 = 1/10, ദാറ്റ് ഈസ് ഈക്വൽ ടു 1:1 ഈക്വൽ എന്ന് ലഭിച്ചു. ന്യൂ റേഷ്യോ ഓഫ് അരുൺ, റാഷിദ് ആൻഡ് ടിനോ ഒരുമിച്ചൂടെ കാണിക്കുന്നു. 22/40 = 11/40 = 8/40, ദാറ്റ് ഈസ് ഈക്വൽ ടു 22:11:8 എന്ന് ലഭിക്കുന്നു. ഓക്കെ, ഇതാണ് ഈ കേസിലെ ഈ പ്രോബ്ലത്തിൻ്റെ ആൻസർ. കേസ് 3, കാൽക്കുലേഷൻ ഓഫ് ന്യൂ റേഷ്യോ ആൻഡ് സാക്രിഫൈസിംഗ് റേഷ്യോയിലെ മൂന്നാമത്തെ കേസിലേക്ക്. The problem, മൂന്നാമത്തെ കേസ് എന്താണെന്ന് സൂചിപ്പിക്കുന്നു. When a new partner acquires his share from the old partners in some other ratio, അതായത് ഈക്വൽ ആയിട്ടല്ല ലഭിക്കുന്നത്, പകരം പുതിയൊരു റേഷ്യോ അവർ തന്നിട്ടുണ്ട്. അതായത് പുതിയ പാർട്ണർക്ക് ഷെയർ ഓഫ് പ്രോഫിറ്റ് കൊടുക്കുന്നതിന് പുതിയ റേഷ്യോ ഉണ്ടെന്നർത്ഥം. സം അതർ റേഷ്യോയിലാണ്, ഓൾഡ് റേഷ്യോയ്ക്ക് തുല്യമായിട്ടോ ഈക്വൽ ആയിട്ടോ അല്ല എന്നർത്ഥം. എക്സാമ്പിൾ 2, സോണി ആൻഡ് ഷീന ആർ പാർട്ണേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ ഓഫ് 3:1. 3:1 സോണിയും ഷീനയും പ്രോഫിറ്റ് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സരിത ഈസ് അഡ്മിറ്റഡ് ഇൻ ദ ഫേം വിത്ത് 1/8 ഷെയർ. സരിതയെ പുതിയ പാർട്ണറായിട്ട് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു. 8/1 ഷെയറാണ് അയാൾക്ക് നൽകിയിരിക്കുന്നത്, 8th ഷെയർ അല്ലെങ്കിൽ 1/8. ഇൻ ദ പ്രോഫിറ്റ്സ് വിച്ച് ഹി അക്വയേർഡ്, അത് അയാൾക്ക് ലഭിച്ചിരിക്കുന്നത് വിച്ച് ഷീ അക്വയേർഡ് 1/32 ഫ്രം സോണി, അതിൻ്റെ 32 സോണിയിൽ നിന്നും, ആൻഡ് 3/32 ഫ്രം ഷീന, ഷീനയിൽ നിന്ന് 32 ലഭിച്ചിരിക്കുന്നു. Calculate the new profit sharing ratio and sacrificing ratio. In this case, the new partner Sarida gets 1/8 share in profits. She acquired this share from old partners in the ratio of 1/32 from Sony and 3/32 from Sheena. That is 1:3. Sacrificing ratio 1:3 എന്നിവിടെ നൽകിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ 1:3 പ്രൊപ്പോർഷനിലാണ് സരിത എന്ന പുതിയ പാർട്ണർക്ക് ഓൾഡ് പാർട്ണേഴ്സിൽ നിന്ന് ഷെയർ ഓഫ് പ്രോഫിറ്റ് ലഭിച്ചിരിക്കുന്നത്. ആൻഡ് 1:3 ഈസ് ദർ സാക്രിഫൈസിംഗ് റേഷ്യോ. സോ ദർ ഈസ് നോ നീഡ് ടു കാൽക്കുലേറ്റ് സാക്രിഫൈസിംഗ് റേഷ്യോ ബൈ ഡിഡക്റ്റിംഗ് ന്യൂ ഷെയർ ഫ്രം ഓൾഡ് ഷെയർ. പുതിയ ഷെയർ ഓൾഡ് ഷെയറിൽ നിന്ന് മൈനസ് ചെയ്തുകൊണ്ട് സാക്രിഫൈസിംഗ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്താലും ഇത് തന്നെയാണ് നമുക്ക് ലഭിക്കുക. കാൽക്കുലേഷൻ്റെ ആവശ്യമില്ല. പുതിയ റേഷ്യോയുടെ കാൽക്കുലേഷനിലേക്ക്. ന്യൂ പാർട്ണർ സരിതാസ് ഷെയർ ഓഫ് പ്രോഫിറ്റ്. പുതിയ പാർട്ണറായ സരിതയുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് 1/8 എങ്ങനെയാണ് ലഭിക്കുന്നത് എന്നോട് നോക്കാം. അതായത് 1/32 സോണിയിൽ നിന്നും 3/32 ഷീനയിൽ നിന്നുമാണ് ലഭിക്കുന്നത്. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 4/32 ആയി. 4/32 റെഡ്യൂസ് ചെയ്യുമ്പോൾ 1/8 ആയി. അതാണ് അവരുടെ സാക്രിഫൈസിംഗ് റേഷ്യോ 1:3 എന്ന് പറയാനുള്ള കാരണവും. ഇനി പുതിയ റേഷ്യോ കാൽക്കുലേഷനിലേക്കാണ്. ഓൾഡ് റേഷ്യോ 3:1. 3:1 എന്ന് പറയുമ്പോൾ 3/4 സോണിയുടെ ഷെയറും 1/4 ഷീനയുടെ ഷെയറുമാണ്. ഓൾഡ് പാർട്ണർ സാക്രിഫൈസ് 1/32 = 3/32 റെസ്പെക്റ്റീവ്ലി ഫ്രം ഓൾഡ് പാർട്ണർ സോണി ആൻഡ് ഷീന. ന്യൂ റേഷ്യോ ഈസ് ഈക്വൽ ടു ഓൾഡ് റേഷ്യോ മൈനസ് സാക്രിഫൈസ്. പുതിയ റേഷ്യോ കാൽക്കുലേറ്ററിലെ ഇക്വേഷൻ സൂചിപ്പിച്ചത് മാത്രം. എന്നിട്ട് കാൽക്കുലേഷൻ. സോണീസ് ന്യൂ ഷെയർ ദറ്റ് ഈസ് ഈക്വൽ ടു ഓൾഡ് ഷെയർ 3/4 മൈനസ് 1/32 സാക്രിഫൈസ് ദറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ LCM മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാം. 4ൻ്റെയും 32ൻ്റെയും LCM എന്ന് പറയുന്നത് 32 തന്നെയാണ്. അപ്പോൾ ആ LCMലേക്ക് 3/4 കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 4 × 8 ആണ് 32. സോ 4 × 8. അതുപോലെ അംശത്തിനെയും കൺവേർട്ട് ചെയ്യുക. 3 × 8 മൈനസ് 1/32 ദാറ്റ് ഈസ് ഈക്വൽ ടു 24 മൈനസ് 3 × 8 24 മൈനസ് 1/32 ദാറ്റ് ഈസ് ഈക്വൽ ടു 23/32. ഇതാണ് സോണിയുടെ പുതിയ ഷെയർ. ഇതേപോലെ ഷീനയുടെ പുതിയ ഷെയർ എങ്ങനെയാണെന്ന് നോക്കാം. ഷീനയുടെ ഓൾഡ് റേഷ്യോ 1/4 മൈനസ് അയാളുടെ സാക്രിഫൈസ് 3/32. ഇവിടെയും LCM 3/32 ആണ്. അതിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. 1/4നെ 32ലേക്ക് കൺവേർട്ട് ചെയ്യണം. 4നെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 32 ആകുന്നു. അതുകൊണ്ട് 1നെയും 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇതിൽ നിന്ന് 3/32 മൈനസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 8 മൈനസ് 1 × 8 8 മൈനസ് 3 ഡിവൈഡ് ബൈ 32 ദാറ്റ് ഈസ് ഈക്വൽ ടു 5/32. അതാണ്
പുതിയ ഷെയർ ആരുടേത്? ഓൾഡ് പാർട്ണറായ ഷീനയുടെ പുതിയ ഷെയർ 5/32. ഇനി സരിതയുടെ ന്യൂ ഷെയർ നമുക്ക് നൽകിയിട്ടുള്ളതാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/8. ദാറ്റ് ഈസ് ഈക്വൽ ടു അതിനെയും 32ലേക്ക് കൺവേർട്ട് ചെയ്യണം. കാരണം 23/32 5/32 എന്നുള്ളതാണ് സോണിയുടെയും ഷീനയുടെയും പുതിയ റേഷ്യോ. അപ്പോൾ 32ലേക്ക് 8നെ കൺവേർട്ട് ചെയ്യാൻ 8 × 4 ആണ്. അപ്പോൾ 1 × 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 4/32 എന്ന് ലഭിക്കുന്നു. അപ്പോൾ പുതിയ റേഷ്യോ 23:5:4 എന്ന് ലഭിക്കും. ഓൾഡ് റേഷ്യോ ഓഫ് സോണി ആൻഡ് ഷീന 3:1. സാക്രിഫൈസിംഗ് റേഷ്യോ ഓഫ് സോണി ആൻഡ് ഷീന that is equal to 1/32:3/32. that is equal to 1:3 ആണ് സാക്രിഫൈസിംഗ് റേഷ്യോ എന്ന് ലഭിക്കുന്നത്. ഇനി ന്യൂ റേഷ്യോ ഓഫ് സോണി, ഷീന ആൻഡ് സരിത that is equal to 23/32:5/32:4/32. that is equal to 23:5:4. കേസ് 4 അടുത്ത കേസ് ആണ് റേഷ്യോ കാൽക്കുലേഷൻ്റെത്. ഓൺലി വൺ പാർട്ണർ ഹാസ് സാക്രിഫൈസ്. ഇവിടെ ഓൾഡ് പാർട്ട്നേഴ്സിൽ ഒരാൾക്ക് മാത്രം സാക്രിഫൈസ് ഉള്ള കേസാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. എക്സാമ്പിൾ: അബിൻ ആൻഡ് മാർട്ടിൻ ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ 4:1. അബിനും മാർട്ടിനും ഓൾഡ് പാർട്ട്നേഴ്സാണ്. അവരുടെ ഓൾഡ് റേഷ്യോ 4:1 ആണ്. ശരത് ഈസ് അഡ്മിറ്റഡ് ഇൻ ടു പാർട്ണർഷിപ്പ് ഫേം വിത്ത് 1/4 ഷെയർ. ശരത്തിന് 4/1 ഷെയർ നൽകിയിരിക്കുന്നു. ഇൻ ദ പ്രോഫിറ്റ്സ് വിച്ച് ഹി അക്വയേഴ്സ് ഹോളി ഫ്രം അബിൻ. ഇത് അയാൾക്ക് ലഭിച്ചിരിക്കുന്നത് അബിൻ എന്ന ഓൾഡ് പാർട്ണറിൽ നിന്നാണ്. കാൽക്കുലേറ്റ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആൻഡ് സാക്രിഫൈസിംഗ് റേഷ്യോ. ഇൻ ദിസ് കേസ് ദ ന്യൂ പാർട്ണർ ശരത് ഗെറ്റ്സ് 1/4 ഷെയർ ഇൻ പ്രോഫിറ്റ്സ് വിച്ച് ഹി അക്വയർഡ് ഫ്രം വൺ ഓഫ് ദ ഓൾഡ് പാർട്ണേഴ്സ് അബിൻ ഓൺലി. അപ്പോൾ ഈ കേസിൽ 1/4 ഷെയർ ശരത്തിന് ലഭിച്ചിരിക്കുന്നത് ഓൾഡ് പാർട്ണറായ അബിനിൽ നിന്ന് മാത്രമാണ്. ദാറ്റ് ഈസ് ഓൺലി വൺ പാർട്ണർ ഹാസ് സാക്രിഫൈസ്. അതായത് ഒരു പാർട്ണർക്ക് മാത്രമേ സാക്രിഫൈസ് ഉള്ളൂ. ദെർഫോർ നോ നീഡ് ടു കാൽക്കുലേറ്റ് സാക്രിഫൈസിംഗ് റേഷ്യോ. അതുകൊണ്ട് ഈ കേസിൽ സാക്രിഫൈസിംഗ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യേണ്ട. ഏതെങ്കിലും ഒരു പാർട്ണർക്ക് മാത്രമാണ് സാക്രിഫൈസ് വരുന്നതെങ്കിൽ അവിടെ സാക്രിഫൈസ് ഈസ് ഈക്വൽ ടു 1 എന്നാണ് നമുക്ക് പറയാൻ കഴിയുക. കാരണം റേഷ്യോ ഉണ്ടാകണമെങ്കിൽ 2 നമ്പറുകൾ വേണം. 2 നമ്പറുകൾ തമ്മിലുള്ള പ്രൊപ്പോർഷനെയാണ് റേഷ്യോ എന്ന് പറയുക. ഇവിടെ ഒരാൾക്ക് മാത്രമേ സാക്രിഫൈസ് ഉള്ളൂ. അതായത് പുതിയ പാർട്ണർക്ക് കൊടുത്തിരിക്കുന്ന ഷെയർ മുഴുവനും ഒരാളുടെ സാക്രിഫൈസ് ആണ്. അപ്പോൾ അതുതന്നെയാണ് അയാളുടെ സാക്രിഫൈസ് എന്ന് പറയുന്നത്. സാക്രിഫൈസ് റേഷ്യോയ്ക്ക് പിന്നെ പ്രസക്തിയില്ല. എൻ്റയർ സാക്രിഫൈസ് ഈസ് ഈക്വൽ ടു 1 എന്ന് നമുക്ക് പറയാം. ഇൻ ദിസ് കേസ് സാക്രിഫൈസ് റേഷ്യോ ഈസ് ഈക്വൽ ടു 1. ഈ 1 എന്ന് സൂചിപ്പിക്കുന്നത് പുതിയ പാർട്ണർ കൊടുത്തിരിക്കുന്ന ഷെയർ ഓഫ് പ്രോഫിറ്റിനാണ്. ഇഫ് ഓൺലി വൺ പാർട്ണർ ഹാസ് സാക്രിഫൈസ് ദെൻ ദർ ഈസ് നോ സാക്രിഫൈസ് റേഷ്യോ. അബിൻ സാക്രിഫൈസ് ഈസ് ഈക്വൽ ടു ന്യൂ പാർട്ണർ ശരത് ഷെയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4. അബിൻ എന്ന ഓൾഡ് പാർട്ണർ സാക്രിഫൈസ് എന്ന് പറയുന്നത് പുതിയ പാർട്ണർ കൊടുത്തിരിക്കുന്ന ഷെയർ ഓഫ് പ്രോഫിറ്റായ 1/4 തന്നെയാണ്. അത് അയാളുടെ ഓൾഡിൽ നിന്ന് കുറയ്ക്കുമ്പോൾ അയാളുടെ ന്യൂ ഷെയർ ലഭിക്കുന്നു. എന്നിട്ട് എല്ലാവരുടെയും റേഷ്യോ പുതിയ പ്രൊപ്പോർഷനിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. നോക്കാം. ഓൾഡ് റേഷ്യോ 4:1 ദാറ്റ് ഈസ് ഈക്വൽ ടു 4/5:1/5. അബിൻ സാക്രിഫൈസ് 1/4. ഷെയർ ഓഫ് പ്രോഫിറ്റ് ഓഫ് ദ ന്യൂ പാർട്ണർ ശരത്. ശരത്തിന് കൊടുത്തിരിക്കുന്ന ഷെയർ മുഴുവനും അബിൻ്റെ സാക്രിഫൈസ് ആണ്. അബിൻ്റെ ന്യൂ ഷെയർ ഈസ് ഈക്വൽ ടു അബിൻസ് ഓൾഡ് ഷെയർ മൈനസ് സാക്രിഫൈസ്. കാൽക്കുലേഷനിലേക്ക് പുതിയ റേഷ്യോ കാൽക്കുലേഷനിലേക്ക് അബിൻസ് ന്യൂ ഷെയർ ഇസ് ഈക്വൽ ടു ഓൾഡ് ഷെയർ 4/5 മൈനസ് ഹിസ് സാക്രിഫൈസ് 1/4. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഉപയോഗിച്ച് എളുപ്പത്തിൽ ചെയ്യാം. 4 × 4 മൈനസ് 1 × 5 divided by 5 × 4. That is equal to 4 × 4 16 minus 1 × 5 5 divided by 20. That is equal to 11/20 എന്ന് ലഭിക്കുന്നു അബിൻ്റെ പുതിയ ഷെയർ. മാർട്ടിൻസ് ന്യൂ ഷെയർ. മാർട്ടിൻ്റെ ഓൾഡ് ഷെയർ 1/5 ആണ്. അതിനെ 20ലേക്ക് കൺവേർട്ട് ചെയ്യാം. 5നെ 20 ആക്കാൻ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതുകൊണ്ട് 1നെയും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 4/20. അത് അബിൻ്റെ പുതിയ ഷെയർ. ഇനി ശരത്തിൻ്റെ ഷെയർ നൽകിയിരിക്കുന്ന 1/4 ആണ്. 1/4നെയും 20ലേക്ക് കൺവേർട്ട് ചെയ്യണം. 4നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 20 ആകുന്നു. അതുകൊണ്ട് 1നെയും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 5/20. ഇതാണ് ശരത്തിൻ്റെ പുതിയ ഷെയർ. അപ്പോൾ എല്ലാവരുടെയും പുതിയ റേഷ്യോ ഒരേ പ്രൊപ്പോർഷൻ ലഭിച്ചിരിക്കുന്നു. ഓക്കെ. ഓൾഡ് റേഷ്യോ ഓഫ് അബിൻ ആൻഡ് മാർട്ടിൻ 4:1. സാക്രിഫൈസ് റേഷ്യോ ഓഫ് അബിൻ 1:4. ദാറ്റ് ഈസ് ശരത് ഷെയർ ഓഫ് പ്രോഫിറ്റ് എൻ്റയർ സാക്രിഫൈസ് മെയ്ഡ് ബൈ അബിൻ. The new ratio of Abin, Martin and Sharath that is equal to 11/20 is to 4/20 is to 5/20. ഇതിൽ 11 അബിൻ്റേതും മാർട്ടിന് 4 അതുപോലെ ശരത്തിന് 5 ഇതിനെ റേഷ്യോയിലേക്ക് എഴുതുമ്പോൾ 11:4:5 എന്ന് തന്നെ എഴുതണം.
അത് 11:5:4 എന്ന് മാറ്റി എഴുതി കളയരുത്. മാറ്റി എഴുതി കഴിഞ്ഞാൽ ഇവരുടെ പാർട്ട്നേഴ്സിൻ്റെ ഓർഡറും മാറ്റേണ്ടി വരും. അപ്പോൾ അബിൻ ഈസ് ടു മാർട്ടിൻ ഈസ് ടു ശരത് എന്ന് പറയുമ്പോൾ 11:4:5 എന്ന് തന്നെ എഴുതണം. ഓക്കെ. കേസ് നമ്പർ 5. ഓൾഡ് പാർട്ട്നേഴ്സ് ഹാവ് സാക്രിഫൈസ്ഡ് സർട്ടൻ ഫ്രാക്ഷൻ ഓഫ് ദർ ഓൾഡ് ഷെയർ. ഇവിടെ സാക്രിഫൈസ് ഡയറക്റ്റ് നൽകിയിട്ടില്ല. ഓരോ ഓൾഡ് പാർട്ട്നേഴ്സും എത്രയാണ് സാക്രിഫൈസ് ചെയ്യുന്നത് എന്നുള്ള ഒരു പെർസെൻറ്റേജ് അഥവാ അതൊരു ഫ്രാക്ഷൻ രൂപത്തിൽ നൽകിയിരിക്കുന്നു. ആക്ച്വൽ സാക്രിഫൈസ് കണ്ടുപിടിച്ചിട്ട് വേണം ഓൾഡ് ഷെയറിൽ നിന്ന് മൈനസ് ചെയ്യാൻ. അതാണ് ഈ കേസിൻ്റെ പ്രത്യേകത. അല്പം കാൽക്കുലേഷൻ കൂടി വരുന്ന ഒരു കേസാണിത്. എക്സാമ്പിൾ, റിയ ആൻഡ് ദിയ ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ ഓഫ് 3:1. റിയയും ദിയയും ഓൾഡ് പാർട്ട്നേഴ്സാണ്. ഒരു പ്രോഫിറ്റും ലോസും ഷെയർ ചെയ്യുന്നത് 3:1 റേഷ്യോയിലാണ്. ചിന്നു ഈസ് അഡ്മിറ്റഡ് ഇൻ ദ ഫേം. റിയ സറണ്ടേഡ് 1/32 ഓഫ് ഹെർ ഷെയർ. റിയയുടെ ഷെയറിൻ്റെ 1/32 എത്രയാണോ അതാണ് റിയ സറണ്ടർ ചെയ്യുന്നത്. ആൻഡ് ദിയ സറണ്ടേഡ് 3/32 ഓഫ് ഹെർ ഷെയർ ഇൻ ഫേവർ ഓഫ് ചിന്നു. ഇപ്പോൾ ചിന്നു എന്ന പുതിയ പാർട്ണർക്ക് വേണ്ടി റിയ അയാളുടെ ഷെയറിൻ്റെ, അയാൾക്ക് ഇപ്പോൾ ഉള്ള ഷെയറിൻ്റെ 1/32 ആകുന്ന എമൗണ്ട് സാക്രിഫൈസ് ചെയ്യുന്നു. ദിയ അതേ സ്ഥാനത്ത് അയാൾക്ക് ഇപ്പോൾ ഉള്ള ഷെയറിൻ്റെ 3/32 ആകുന്ന എമൗണ്ടാണ് സാക്രിഫൈസ് ചെയ്യുന്നത്. അപ്പോൾ ആക്ച്വൽ സാക്രിഫൈസ് അല്ല നൽകിയിരിക്കുന്നത്, ഒരു സാക്രിഫൈസിൻ്റെ ഫ്രാക്ഷൻ ആണ് നൽകിയിരിക്കുന്നത്. അതായത് ഓരോ ഓൾഡ് പാർട്ട്നേഴ്സും അവരുടെ ഷെയറിൽ ഇത്ര ശതമാനം സാക്രിഫൈസ് ചെയ്യുമെന്ന് പറയുന്നത് ഫ്രാക്ഷൻ രൂപത്തിൽ തന്നേ ഉള്ളൂ. ആക്ച്വൽ സാക്രിഫൈസ് കണ്ടുപിടിച്ചിട്ട് വേണം പുതിയ ഷെയർ കാൽക്കുലേറ്റ് ചെയ്യാൻ. ഓക്കെ. ഇൻ ദിസ് കേസ് ന്യൂ പാർട്ണർ ചിന്നൂസ് ഷെയർ ഇൻ പ്രോഫിറ്റ് ഈസ് നോട്ട് ഗിവൺ ഇൻ ക്വസ്റ്റ്യൻ. അപ്പോൾ ചിന്നുവിൻ്റെ ഷെയർ ഓഫ് പ്രോഫിറ്റ് എന്ന് നൽകിയിട്ടില്ല, ക്വസ്റ്റ്യനിൽ ഡയറക്റ്റായി നൽകിയിട്ടില്ല. ഇൻസ്റ്റഡ് ഓൾഡ് പാർട്ണർ സാക്രിഫൈസ് ഫ്രാക്ഷൻ ഗിവൺ. പകരം ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ സാക്രിഫൈസിൻ്റെ പെർസെൻറ്റേജ് അഥവാ ഫ്രാക്ഷൻ എത്രയാണെന്നാണ് നൽകിയിരിക്കുന്നത്. നോട്ട് ആക്ച്വൽ സാക്രിഫൈസ് ഓർ സാക്രിഫൈസ് റേഷ്യോ. ആക്ച്വൽ സാക്രിഫൈസും അല്ല നൽകിയിരിക്കുന്നത്, സാക്രിഫൈസ് റേഷ്യോയും അല്ല നൽകിയിരിക്കുന്നത്. രണ്ടും വ്യത്യസ്തമാണ്. ദാറ്റ് മീൻസ് ഓൾഡ് പാർട്ട്നേഴ്സ് ഹാവ് സാക്രിഫൈസ്ഡ് സം പെർസെൻറ്റേജ് ഓഫ് ദർ ഓൾഡ് ഷെയർ ടുവേർഡ്സ് ദ ന്യൂ പാർട്ണർ. പുതിയ പാർട്ണർക്ക് വേണ്ടി ഓൾഡ് പാർട്ട്നേഴ്സ് അവരുടെ ഇപ്പോഴുള്ള ഷെയർ ഓഫ് പ്രോഫിറ്റിൻ്റെ ഒരു നിശ്ചിത ശതമാനം അതൊരു ഫ്രാക്ഷൻ രൂപത്തിൽ നൽകിയെന്ന് ഇവിടെ അർത്ഥമുള്ളൂ. ഹെൻസ് വി ഹാവ് ടു കാൽക്കുലേറ്റ് ആക്ച്വൽ സാക്രിഫൈസ് ഓഫ് ഈച്ച് ഓഫ് ദ ഓൾഡ് പാർട്ട്നേഴ്സ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ഓരോ ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെയും ആക്ച്വൽ സാക്രിഫൈസ് കണ്ടുപിടിക്കണം. ദെൻ വി ഹാവ് ടു കാൽക്കുലേറ്റ് ന്യൂ റേഷ്യോ ആൻഡ് സാക്രിഫൈസ് റേഷ്യോ. അതിനുശേഷം നമുക്ക് ന്യൂ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം, സാക്രിഫൈസ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം. ഹിയർ വി ഹാവ് ടു കാൽക്കുലേറ്റ് ഓൾഡ് പാർട്ട്നേഴ്സ് ആക്ച്വൽ സാക്രിഫൈസ് ഫസ്റ്റ് ബൈ ദ ഫോളോവിങ് ഇക്വേഷൻ. അപ്പോൾ ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ആക്ച്വൽ സാക്രിഫൈസ് കാണണമെങ്കിൽ അതിനുള്ള ഇക്വേഷൻ ഓൾഡ് ഷെയർ ഇൻറ്റു സാക്രിഫൈസ് ഫ്രാക്ഷൻ. അവരുടെ ഓൾഡ് ഷെയറിനെ സാക്രിഫൈസ് ഫ്രാക്ഷൻ കൊണ്ട് യഥാക്രമം മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോഴാണ് അവരുടെ ആക്ച്വൽ സാക്രിഫൈസ് കിട്ടുക. എന്നിട്ട് ഇപ്പോൾ കിട്ടുന്ന ആക്ച്വൽ സാക്രിഫൈസിനെ അവരുടെ ഓൾഡ് ഷെയറിന് വീണ്ടും മൈനസ് ചെയ്യുമ്പോൾ അവരുടെ ന്യൂ ഷെയർ കിട്ടി. ഈ ആക്ച്വൽ സാക്രിഫൈസ് തമ്മിലുള്ള റേഷ്യോ ആണ് സാക്രിഫൈസ് റേഷ്യോ എന്ന് പറയുന്നത്. സോ ന്യൂ റേഷ്യോ ഈസ് ഈക്വൽ ടു ഓൾഡ് ഷെയർ മൈനസ് ആക്ച്വൽ സാക്രിഫൈസ്. ഈ ആക്ച്വൽ സാക്രിഫൈസ് ക്വസ്റ്റ്യൻ തന്നിട്ടില്ല, അത് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, കാൽക്കുലേഷനിലേക്ക്. റിയാസ് ഓൾഡ് ഷെയർ 3/4. ഷീ സറണ്ടേഴ്സ് 1/32 ഓഫ് ഹെയർ ഷെയർ. ഈ 1/32 ആണ് സാക്രിഫൈസ് ഫ്രാക്ഷൻ, അതല്ല അയാളുടെ യഥാർത്ഥത്തിലുള്ള സാക്രിഫൈസ്. റിയാസ് ന്യൂ ഷെയർ ഈസ് ഈക്വൽ ടു ഓൾഡ് ഷെയർ മൈനസ് ഹെർ ആക്ച്വൽ സാക്രിഫൈസ്. റിയാസ് ആക്ച്വൽ സാക്രിഫൈസ് ഈസ് ഈക്വൽ ടു ഓൾഡ് ഷെയർ ഇൻറ്റു 1/32. 1/32 ആണ് അയാളുടെ ഷെയറിൻ്റെ 1/32 ആണ് അയാൾ സാക്രിഫൈസ് ചെയ്യുന്നത്. അപ്പോൾ ഈ 1/32 എന്ന് പറയുന്നത് സാക്രിഫൈസ് ഫ്രാക്ഷനാണ്, ആക്ച്വൽ സാക്രിഫൈസ് അല്ല. ഓൾഡ് ഷെയറിനെ 1/32 മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതാണ് റിയയുടെ ആക്ച്വൽ സാക്രിഫൈസ്. അത് കാൽക്കുലേറ്റ് ചെയ്യാം. റിയാസ് ആക്ച്വൽ സാക്രിഫൈസ് ഈസ് ഈക്വൽ ടു ഓൾഡ് ഷെയർ 3/4 ഇൻറ്റു 1/32. ദാറ്റ് ഈസ് ഈക്വൽ ടു 3/128. 3 × 1 3, 4 × 32 128 ഡയറക്റ്റ് ആയിട്ട് കിട്ടി. ഇതാണ് റിയയുടെ ആക്ച്വൽ സാക്രിഫൈസ്. ഇതേപോലെ റിയാസ് ന്യൂ ഷെയർ, റിയയുടെ ന്യൂ ഷെയർ കാണുന്നു. റിയയുടെ ഓൾഡ് ഷെയർ 3/4 മൈനസ് ഈ ആക്ച്വൽ സാക്രിഫൈസ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന 3/128 കുറയ്ക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് LCM 128 എന്ന് എടുക്കാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വലിയൊരു ഫിഗറിലേക്ക് പോകും, പിന്നെ അത് റെഡ്യൂസ് ചെയ്തെടുക്കണം. അതുകൊണ്ട് ഇവിടെ നമുക്ക് LCMലേക്ക് പോകാം. LCM 4 × 128 LCM 128 ആണ്. അപ്പോൾ നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു. 4നെ 128ലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 32 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതുകൊണ്ട് 3നെയും 32 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മൈനസ് 3/128. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 × 32 96 മൈനസ് 3 ഡിവൈഡ് ബൈ 128. 96ൽ നിന്ന് 3 കുറച്ച് കഴിഞ്ഞാൽ 93/128 ആണ് റിയയുടെ പുതിയ ഷെയർ. റിയയുടെ ആക്ച്വൽ സാക്രിഫൈസ് 3/128 ആണ്, 1/32 അല്ല. Riya's old share 1/4. She surrenders 3/32 of her share. 3/32
അതായത് അയാളുടെ 1/4 എന്ന ഓൾഡ് ഷെയറിൻ്റെ 3/32 അയാൾ സാക്രിഫൈസ് ചെയ്യുന്നത്. സോ ദിയാസ് ന്യൂ ഷെയർ ഈസ് ഈക്വൽ ടു ഓൾഡ് ഷെയർ മൈനസ് ഹെർ ആക്ച്വൽ സാക്രിഫൈസ്. ദിയാസ് ആക്ച്വൽ സാക്രിഫൈസ് ഈസ് ഈക്വൽ ടു ഓൾഡ് ഷെയർ ഇൻറ്റു 3/32. അതെങ്ങനെയാണ് നോക്കാം. ആക്ച്വൽ സാക്രിഫൈസ് ആദ്യം കാണുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4 ഓൾഡ് ഷെയർ ഇൻറ്റു 3/32. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 × 3 ഈസ് ഈക്വൽ ടു 3, 4 × 32 ഈസ് ഈക്വൽ ടു 128. ഇവിടെയും അപ്പോൾ റിയയ്ക്കും ദിയയ്ക്കും ആക്ച്വൽ സാക്രിഫൈസ് 3/128 ആണ്. അപ്പോൾ അവരുടെ സാക്രിഫൈസ് റേഷ്യോ 3:3 ആണ്, 1:1 എന്ന് ലഭിക്കുന്നു എന്നർത്ഥം. ഇനി ദിയയുടെ ന്യൂ ഷെയർ ഓൾഡ് ഷെയർ 1/4 മൈനസ് ആക്ച്വൽ സാക്രിഫൈസ് 3/128. ദാറ്റ് ഈസ് ഈക്വൽ ടു LCM 128 തന്നെ. അപ്പോൾ 4നെ 128ലേക്ക് കൺവേർട്ട് ചെയ്യാൻ 4 × 32, അതുകൊണ്ട് 1നെയും 32 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 32 മൈനസ് 3/28. ദാറ്റ് ഈസ് ഈക്വൽ ടു 29. 32 നിന്ന് 3 കുറച്ച് കഴിഞ്ഞാൽ 29. 29/128 ദിയയുടെ പുതിയ ഷെയർ. ചിന്നൂസ് ന്യൂ ഷെയർ. പുതിയ പാർട്ണറായ ചിന്നുവിൻ്റെ ഷെയർ ഓഫ് പ്രോഫിറ്റ് നൽകിയിട്ടില്ല. അതെങ്ങനെയാണ്? റിയാസ് സാക്രിഫൈസ് പ്ലസ് ദിയാസ് സാക്രിഫൈസ്. ഓൾഡ് പാർട്ണേഴ്സിൻ്റെ ആക്ച്വൽ സാക്രിഫൈസ് കൂട്ടിക്കിട്ടുന്നതാണ് പുതിയ പാർട്ണറുടെ ഷെയർ എന്നർത്ഥം. ദാറ്റ് ഈസ് ഈക്വൽ ടു 3/128 പ്ലസ് 3/128. ദാറ്റ് ഈസ് ഈക്വൽ ടു 6/128. ഇതാണ് ചിന്നു എന്ന പുതിയ പാർട്ണറുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ്. ഇവിടെ ഒരിക്കലും നമ്മൾ അവരുടെ സാക്രിഫൈസ് ഫ്രാക്ഷൻ തമ്മിൽ ആഡ് ചെയ്യരുത്. 1/32 3/32 ആണ്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ 4/32 എന്നാണ് ലഭിക്കുക. അതല്ല ഇതിൻ്റെ ആൻസർ. ചിന്നുവിൻ്റെ ഷെയർ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ആക്ച്വൽ സാക്രിഫൈസ് രണ്ടുപേരുടെയും കൂടെ കൂട്ടിക്കിട്ടുന്നതാണ്. യഥാർത്ഥത്തിൽ ഓൾഡ് പാർട്ണേഴ്സിൻ്റെ സാക്രിഫൈസ് ആണ് പുതിയ പാർട്ണർ ഷെയർ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആക്ച്വൽ സാക്രിഫൈസ് ആണ് ആഡ് ചെയ്യേണ്ടത്. സാക്രിഫൈസ് ഫ്രാക്ഷൻ ആഡ് ചെയ്താൽ നമുക്ക് ആൻസർ തെറ്റും. ഓക്കെ. Conclusion. Sacrifice ratio Riya sacrifice is to Diya sacrifice, that is equal to 3/128 is equal to 3/128. That is equal to 3:3. അതായത് 1:1 എന്ന് ലഭിക്കുന്നു. അപ്പോൾ ആക്ച്വലി ദേ ഹാവ് ഈക്വൽ സാക്രിഫൈസ്. യഥാർത്ഥത്തിൽ അവർക്ക് തുല്യ സാക്രിഫൈസ് ആണുള്ളത്. ന്യൂ റേഷ്യോ ഓഫ് റിയ, ദിയ ആൻഡ് ചിന്നു ദാറ്റ് ഈസ് ഈക്വൽ ടു 93/128 ഈസ് ടു 29/128 ഈസ് ടു 6/128. ദാറ്റ് ഈസ് ഈക്വൽ ടു 93:29. ചിന്നൂസ് ന്യൂ ഷെയർ. പുതിയ പാർട്ണറായ ചിന്നു 9:6. ഇത്രയാണ് ഈ കേസിലെ ഈ പ്രോബ്ലത്തിൻ്റെ ആൻസർ. കേസ് നമ്പർ 6, ലാസ്റ്റ് കേസ്. ഓൾഡ് റേഷ്യോ ഓഫ് ഓൾഡ് പാർട്ണേഴ്സ് ആൻഡ് ന്യൂ റേഷ്യോ ഓഫ് ഓൾ പാർട്ണേഴ്സ് ആർ ഗിവൺ. ഇവിടെ ഓൾഡ് പാർട്ണേഴ്സിൻ്റെ ഓൾഡ് റേഷ്യോയും പുതിയ പാർട്ണർ ഉൾപ്പെടെ എല്ലാ പാർട്ണേഴ്സിൻ്റെയും കൂടെ ചേർന്നുള്ള പുതിയ റേഷ്യോ നൽകിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ പുതിയ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യേണ്ട, സാക്രിഫൈസ് റേഷ്യോ മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതിയാവും. എക്സാമ്പിൾ, ആൽവിൻ ആൻഡ് ടോണി ആർ പാർട്ണേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ ഓഫ് 3:2. ആൽവിനും ടോണി പാർട്ണേഴ്സ് ആണ്. നിലവിൽ അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 3:2 ആണ്. ഡോൺ ഈസ് അഡ്മിറ്റഡ് ഇൻ ടു ദ ഫേം. ദ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എഗ്രീഡ് ബൈ ആൽവിൻ, ടോണി ആൻഡ് ഡോൺ ഈസ് 5:3:2. 3 പേരുടെയും കൂടെ ചേർന്നുള്ള പുതിയ റേഷ്യോ തന്നിരിക്കുന്നു 5:3:2. കാൽക്കുലേറ്റ് സാക്രിഫൈസ് റേഷ്യോ. ഇവിടെ പുതിയ റേഷ്യോ തന്നു, ഓൾഡ് റേഷ്യോ തന്നിട്ടുണ്ട്. അതുകൊണ്ട് പുതിയ റേഷ്യോയുടെ കാൽക്കുലേഷൻ ആവശ്യമില്ല. ഇൻ ദിസ് കേസ് ദ ഓൾഡ് റേഷ്യോ ആൻഡ് ന്യൂ റേഷ്യോ ഈസ് ഗിവൺ. Hence, we have to calculate sacrificing ratio only. Sacrifice is equal to old share minus new share. അപ്പോൾ ഇവിടെ നമ്മൾ ആ ഇക്വേഷൻ ഉപയോഗിച്ച് തന്നെ കാൽക്കുലേറ്റ് ചെയ്യണം. കഴിഞ്ഞ കേസുകളിലൊന്നും നമുക്ക് സാക്രിഫൈസ് റേഷ്യോൻ്റെ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് സാക്രിഫൈസ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യേണ്ട കേസ് വന്നിരുന്നില്ല. അല്ലാതെ തന്നെ നമുക്ക് സാക്രിഫൈസ് റേഷ്യോ കിട്ടിയിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് വേറെ മാർഗ്ഗമില്ല. കാരണം എന്താണ്, 2 റേഷ്യോ തന്നിരിക്കുകയാണ്. അപ്പോൾ ഓൾഡ് ഷെയറിൽ നിന്ന് പുതിയ ഷെയർ കുറച്ച് തന്നെ സാക്രിഫൈസ് കണ്ടുപിടിച്ച് സാക്രിഫൈസ് റേഷ്യോ ഉണ്ടാക്കണം. ഓക്കെ. ആൽവിൻസ് ഓൾഡ് ഷെയർ 3/5. ആൽവിൻസ് ന്യൂ ഷെയർ 5/10. 3:2 എന്നാണ് ഓൾഡ് ഷെയർ. അപ്പോൾ 3/5ഉം 2/5ഉം ആണ്. അതേ സ്ഥാനത്ത് പുതിയ റേഷ്യോ 5:3:2 എന്നാണ്. അപ്പോൾ 5/10, 3/10, 2/10 എന്നാണ് വരുന്നത്. ആൽവിൻസ് സാക്രിഫൈസ് ഈസ് ഈക്വൽ ടു ഓൾഡ് ഷെയർ മൈനസ് ന്യൂ ഷെയർ. അതായത് 3/5 മൈനസ് 5/10. കാൽക്കുലേഷൻ 3/5 മൈനസ് 5/10 ആണ്. നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 3 × 10 minus 5 × 5 divided by 5 × 10. That is equal to 30 minus 25 divided by 50. That is equal to 5/50 എന്ന് ലഭിക്കുന്നു. ആൽവിൻ്റെ സാക്രിഫൈസ് 5/50. ടോണീസ് ഓൾഡ് ഷെയർ that is equal to 2/5 and ടോണീസ് ന്യൂ ഷെയർ 3/10. ടോണീസ് സാക്രിഫൈസ് is equal to ഓൾഡ് ഷെയർ മൈനസ് ന്യൂ ഷെയർ. അതായത് 2/5 എന്ന ഓൾഡ് ഷെയറിൽ നിന്ന് 3/10 എന്ന ന്യൂ ഷെയർ കുറയ്ക്കുന്നു. കാൽക്കുലേഷൻ that is equal to 2/5 minus 3/10. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 2 × 10 മൈനസ് 5 × 3 ഡിവൈഡ് ബൈ 5 × 10. that is equal to
20 minus 15 by 50. That is equal to 20 നിന്ന് 15 കുറയ്ക്കുമ്പോൾ 15 കുറയ്ക്കുമ്പോൾ 5/50. ഇതാണ് ടോണിയുടെ സാക്രിഫൈസ്. ഇതിൻ്റെ കൺക്ലൂഷനിലേക്ക്, ഓൾഡ് റേഷ്യോ ഓഫ് ആൽവിൻ ആൻഡ് ടോണി 3:2. സാക്രിഫൈസിങ് റേഷ്യോ ഓഫ് ആൽവിൻ ആൻഡ് ടോണി 5/10 5/10. രണ്ട് പേരുടെ സാക്രിഫൈസ് തുല്യമെന്ന് കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു 5:5. അതിനെ റെഡ്യൂസ് ചെയ്യുമ്പോൾ 1:1 എന്ന് ലഭിക്കുന്നു. ഷെയർ ഓഫ് ന്യൂ പാർട്ണർ ഡോൺ 2/10 ഡയറക്റ്റായിട്ട് ന്യൂ റേഷ്യോൻ്റെ കൂടെ നൽകിയിട്ടുണ്ട്, ഗിവൺ. ഇത്രയേ ഉള്ളൂ ഈ ലാസ്റ്റ് കേസ്. അപ്പോൾ ഈ ചാപ്റ്ററിലെ മെയിൻ പ്രോബ്ലത്തിലേക്ക് വരുമ്പോൾ ഈ റേഷ്യോസിൻ്റെ കാൽക്കുലേഷൻ നമുക്കവിടെ അപ്ലൈ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ സാക്രിഫൈസ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ന്യൂ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ഈ കേസസ് അതിലെ എക്സാമ്പിൾസൊക്കെ ശ്രദ്ധിച്ച് മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, +2 അക്കൗണ്ടൻസിയുടെ മൂന്നാമത്തെ ചാപ്റ്ററായ അഡ്മിഷൻ ഓഫ് എ പാർട്ണറിൽ ആദ്യത്തെ കുറച്ച് കാൽക്കുലേഷൻസ് ആണ് കാൽക്കുലേഷൻ ഓഫ് ന്യൂ റേഷ്യോ ആൻഡ് സാക്രിഫൈസിങ് റേഷ്യോ. അതിൽ വ്യത്യസ്തങ്ങളായ ഒരു 6 ടൈപ്പ് പ്രോബ്ലം, 6 കേസസ് ആയിട്ടാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.